ചിത്രത്തിലെ ഈ സീനിലെ ആ മൂപ്പൻ LDF ആണെന്ന് വിചാരിക്കുക. മൂപ്പൻ്റെ കയ്യിലിരിക്കുന്ന ആ കത്തിച്ച കർപ്പൂരം കേരളത്തിൻ്റെ കടമാണെന്ന് വിചാരിക്കുക. ലാലേട്ടൻ UDF ആണെന്ന് വിചാരിക്കുക. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നടി രഞ്ജിനി BJP ആണെന്ന് വിചാരിക്കുക. അതായത് BJPയുടെ കേന്ദ്ര നേതൃത്വം. ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ഭരണമാറ്റമാണ്. അതായത് LDF സർക്കാർ വരുത്തി വെച്ച കടമാകുന്ന ഈ കത്തിച്ച കർപ്പൂരം കോൺഗ്രസിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഇനി BJP വിചാരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കർപ്പൂരം എടുത്ത് കളയാൻ പറ്റുള്ളൂ എന്നും വിചാരിക്കുക. ഇനി നിങ്ങൾ ഈ സീനൊന്ന് കണ്ടു നോക്കിയേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബംഗാൾ പിടിച്ച അമിത്ഷായ്ക്കും കൂട്ടർക്കും കേരളം പിടിക്കാനാണോ പ്രയാസം? അവർ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതായിരിക്കാനാണ് സാധ്യത. കാരണം കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളല്ലല്ലോ, അവർ പ്രബുദ്ധരല്ലേ. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ കേരള ഭരണം വേണ്ട, തൽക്കാലം കോൺഗ്രസ് കയറട്ടെ. എന്തായാലും കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ, അങ്ങോട്ട് കോൺഗ്രസ് കയറിയിട്ട് അവിടെ കിടന്നുകൊണ്ട് കുറച്ച് പ്രയാസപ്പെടട്ടെ, അതിനുശേഷം നമുക്ക് നൈസായിട്ട് വന്ന് കയറാം അടുത്ത തവണ. അങ്ങനെ വിചാരിച്ചതാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം കണ്ടിട്ട് ഞാനും വിമർശിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കളി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ BJP പറയുന്നത്. അപ്പോൾ എന്തായാലും കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് പണി കിട്ടാൻ സാധ്യതയുണ്ട്. പോരാത്തതിന് ഇവർ കുറേ വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടല്ലോ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പിന്നെ ഇൻഷുറൻസോ, പിന്നെ 1000 രൂപ വെച്ച് കൊടുക്കുന്നെന്നോ, അങ്ങനെ ഏതാണ്ടെല്ലാം കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് ഉന്തിൻ്റെ കൂട്ടത്തിൽ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ കടവും ബലം കയറിയ ഒരു സംസ്ഥാനം, കൂട്ടത്തിൽ കുറേ വാഗ്ദാനങ്ങളും. പിന്നെ അതും പോരാഞ്ഞിട്ട് UDFനകത്ത് നേതാക്കന്മാരെ മുട്ടിയിട്ട് നടക്കാനും മേലെ. ഇവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുക. പിന്നെ ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ്, അതിനകത്തും കുറേ നേതാക്കന്മാരുണ്ട്. ഇതൊക്കെ എന്തായി തീരുമാനമെന്ന് ആർക്കറിയും. ഇനി ഈ ഘടകകക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് BJPയുടെ കാര്യം ഓർത്തത്. BJPക്ക് ഉണ്ടല്ലോ ഇതുപോലെ കുറച്ച് ഘടകകക്ഷികൾ. ഇതൊക്കെ എന്തിനാണോ ആവോ ഒന്നും പിടികിട്ടുന്നില്ല. BJPയുടെ ഘടകകക്ഷികൾ കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ചില സ്വന്തക്കാരെയും ബന്ധുക്കാരെയും. അതായത് നമ്മൾ കടം കയറി മുടിഞ്ഞ് ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും കാണത്തില്ല. നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ഒരു സാധ്യത എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധുക്കാരുടെ സ്വന്തക്കാരുടെ ബഹള. എന്നിട്ട് പറയും, അടാ നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടത്തിൽ കൂടാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. എന്ന് പറഞ്ഞ പോലെ ഒന്നുമല്ലാത്ത കാലത്ത് BJPക്ക് ഒരു പഞ്ചായത്തിൽ പോലും നിർത്താൻ സ്ഥാനാർത്ഥികളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് BJP വളർന്ന് ഈ ഒരു ലെവലിലെത്തിയത്. ഇപ്പോൾ എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല കുറേ ഘടകകക്ഷികൾ. എന്നാൽ പിന്നെ ഞങ്ങളും ഉണ്ടെന്ന്. എന്തിനാണ് ഇവരെയൊക്കെ കൂട്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാകുന്നേ ഇല്ല. പിന്നെ CPM ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഇവരെ കെട്ടിപ്പൂടിയിടാനായിട്ട് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും വിചാരിച്ച് ഈസി ആയിട്ട് നടക്കും. പ്രത്യേകിച്ച് കോൺഗ്രസ്. കാരണം കോൺഗ്രസിൻ്റെ അമ്മാതിരി പണിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അത് മിക്കവാറും അവർ തിരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമാണ്. പിന്നെ അശോക് സാറിനെ പോലെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോഴത്തേക്കും അതോടെ അത് തീരുമാനമാകും CPMൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ BJPക്ക് നേട്ടം കൊയ്യാൻ സാധിക്കും. പക്ഷേ പഴയ പോലെ ഉറങ്ങിക്കിടന്നാൽ പറ്റത്തില്ല. അടുത്ത 5 വർഷം നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. പിന്നെ ആവശ്യമില്ലാത്ത കുറേ ഇത്തിൽക്കണ്ണികൾ BJPയിൽ വന്ന് കയറിയിട്ടുണ്ട്. ആ ഇത്തിൽക്കണ്ണികളെ വെട്ടിക്കളയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ലത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വരുന്ന 5 വർഷം BJP നല്ല രീതിയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അടുത്ത വർഷം BJPക്ക് ഭരണത്തിൽ കയറാൻ സാധിക്കും. പിന്നെ കോൺഗ്രസിന്റെ മതേതരത്വം അത് വെറും ചീട്ടുകൊട്ടാര, അത് പൊളിച്ചെടുക്കാനായിട്ട് ഈസിയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നന്ദി, നമസ്കാരം.